കഴിഞ്ഞ രാത്രി സുഹൃത്തുക്കൾ ചേർന്ന് വീടിനുള്ളിൽ മദ്യപിക്കുന്നതിനിടെയാണ് കൊലപാതകം. കൊല്ലപ്പെട്ട അസീസും സുഹൃത്തും തമ്മിൽ മദ്യപാനത്തിനിടെ വാക്കുതർക്കമുണ്ടായി. ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങി. കൂടെയുണ്ടായിരുന്ന മറ്റൊരു സുഹൃത്ത് വീരമണി പവനൊപ്പം ചേർന്നതോടെ രംഗം വഷളായി. ഇതിനിടയിൽ മദ്യക്കുപ്പികൾ പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അസീസിന് കുത്തേറ്റു. തലയ്ക്ക് അടിയേറ്റിട്ടുമുണ്ട്. ഇതിനിടയിൽ അസീസ് തളർന്നു വീണു. ഇതോടെ പരിഭ്രാന്തരായ വീരമണിയും പവനും അസീസിനെ സമീപത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു. എന്നാൽ മർദ്ദനത്തിനിടെ തലക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി നിംഹാൻസിലേക്ക് മാറ്റാൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നിർദ്ദേശം നൽകി. നിംഹാൻസ് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടു. ഹെബ്ബാളിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് പരിക്ക് പറ്റിയതെന്ന് ഇരുവരും നിംഹാൻസിലെ ഡോക്ടർമാരെ അറിയിച്ചിരുന്നു. എന്നാൽ ശരീരത്തിലെ മുറിവുകൾ കണ്ട് സംശയം തോന്നിയ ഡോക്ടർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. കൊല നടന്ന വീട്ടിലെത്തി നടത്തിയ പരിശോധനയിൽ അടിപിടി നടന്നതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. ഇരുവർക്കുമെതിരെ കൊലപാതക കുറ്റം ചുമത്തിയ അമൃതഹള്ളി പോലീസ് അറസ്റ്റും രേഖപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.